ഡ്രൈവറില്ലാത്ത വാഹനങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികം കാലങ്ങളായി. ഭാവിയിൽ ഇനി ഡ്രൈവർമാർ ഇല്ലാത്ത വാഹനങ്ങളായിരിക്കും നമ്മുടെ റോഡുകളിൽ ഓടുക എന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. എന്തായാലും ചൈനയിൽ ബീജിംഗിനും ടിയാൻജിൻ തുറമുഖത്തിനും ഇടയിലുള്ള ഹൈവേയിൽ നിന്നൊരു ദൃശ്യമാണ് ഇപ്പോൾ ലോകത്തിന്റെ ശ്രദ്ധയാകർഷിക്കുന്നത്. ഈ ഹൈവേയിൽ സാധനം നിറച്ച വലിയ ലോറികൾ ഓടുകയാണ്. പക്ഷെ അവയുടെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് നോക്കിയാൽ ആരെയും കാണാൻ കഴിയില്ല. കാരണം ഡ്രൈവർമാരില്ലാതെ സ്വയം നിയന്ത്രണം ഏറ്റെടുത്ത് ഓടുന്ന ലോറികളാണിവ. ഡ്രൈവർലെസ് ലോറികളുടെ ട്രയൽ റണ്ണാണ് ചൈനയിലെ ഈ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നടക്കുന്നത്. ഈ പരീക്ഷണ ഘട്ടങ്ങൾ വിജയിച്ച ശേഷമായിരിക്കും ലോറികൾ പൊതുനിരത്തിൽ ഇറക്കുകയെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ആദ്യഘട്ടങ്ങളിൽ ലോറിയിൽ സേഫ്റ്റി ഡ്രൈവർ ഉണ്ടായിരിക്കും. എങ്കിലും വാഹനം ഓടുന്നത് ഡ്രൈവറുടെ സഹായത്തോടെ ആയിരിക്കില്ല. കൂടാതെ ഇത്തരം വാഹനങ്ങൾ നിരത്തിൽ സാധാരണമാകുന്നതോടെ സേഫ്റ്റി ഡ്രൈവറെയും ഒഴിവാക്കാൻ കഴിയുമെന്നാണ് വിദഗ്ധരുടെ കണക്കുകൂട്ടൽ. നിലവിൽ യാത്രയുടെ ആദ്യഘട്ടത്തിൽ ഡ്രൈവർക്ക് വാഹനത്തിൽ പൂർണ്ണ നിയന്ത്രണമുണ്ടാകും. പിന്നീട് ക്രമീകരിച്ചിരിക്കുന്ന ബട്ടണുകൾ അമർത്തുന്നതോടെ ലോറി നിയന്ത്രണം സ്വയം ഏറ്റെടുത്ത് മുന്നോട്ട് പോകും. എന്നാൽ ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന ലോറികളിൽ ആശങ്കയുള്ളവരും ഏറെയാണ്. മുൻപ് ഒരു ഓട്ടോമാറ്റിക് വാഹനം ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് മാറ്റിയതിനെ തുടർന്ന് 3 യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ അപകടത്തിൽ മരിച്ചിരുന്നു. ഇത്തരം സംഭവങ്ങൾ പൊതുജനങ്ങളിലെ ആശങ്ക വർദ്ധിക്കാൻ കാരണവുമായിട്ടുണ്ട്. എന്നാൽ കിഴക്കൻ ചൈനയിലെ ചില പ്രദേശങ്ങളിൽ നൂറുകണക്കിന് ഡ്രൈവർ ഇല്ലാത്ത ഡെലിവറി വാനുകൾ ഓടുന്നുണ്ട്. മനുഷ്യൻ ഓടിക്കുന്ന സ്കൂട്ടറുകൾക്കും കാറുകൾക്കുമൊപ്പം ഓട്ടോമാറ്റിക് വാഹനങ്ങളും നിരത്തിലുണ്ട്. മനുഷ്യർ ഓടിക്കുന്ന വാഹനങ്ങളെക്കാൾ കാര്യക്ഷമമായിരിക്കും ഓട്ടോമാറ്റിക് വാഹനങ്ങളെന്ന് വിദഗ്ധരും അഭിപ്രായപ്പെടുന്നുണ്ട്. സാധാരണ ഡ്രൈവർമാരുടെ രീതികളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ നിയമങ്ങളും കൃത്യമായി പാലിച്ചു മാത്രമായിരിക്കും ഓട്ടോമാറ്റിക് വാഹനങ്ങൾ ഓടുക. ചുവന്ന ലൈറ്റ് കാണുമ്പോൾ നിർത്തുകയും തിരിയുമ്പോൾ ഇൻഡിക്കേറ്റർ ഇടുകയും തുടങ്ങിയ നിയമങ്ങളെല്ലാം പാലിക്കുന്ന തരത്തിലാണ് ഓട്ടോമാറ്റിക് വാഹനങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. നിലവിൽ ഡ്രൈവർ ഇല്ലാത്ത ലോറികൾ വിശാലമായ പ്രദേശങ്ങളിൽ, നിരപ്പായ റോഡുകളിൽ തുടങ്ങി സങ്കീർണമല്ലാത്ത വഴികളിലൂടെ ഓടിച്ച് ആളുകളിൽ വിശ്വാസ്യത നേടിയെടുക്കാമെന്നാണ് ഗവേഷകരുടെ പ്രതീക്ഷ. എങ്കിലും ചില പ്രശ്നങ്ങളൊക്കെ ബാക്കിയുണ്ട്. ഓട്ടോമാറ്റിക് വാഹനങ്ങൾ റോഡിലൂടെ അധിക ദൂരം സഞ്ചരിക്കുന്നതിന് കൂടുതൽ ക്യാമറകൾ ആവശ്യമാണെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ക്യാമറകൾ കൂടാതെ റോഡിൽ സെൻസറുകളും കൂടുതലായി വേണ്ടിവരും. ഈ സൗകര്യങ്ങൾ ഒരുക്കിയാലും അപ്രതീക്ഷിതമായി തിരക്കേറിയ ഗതാഗതക്കുരുക്കുണ്ടായാൽ ഈ വാഹനങ്ങൾക്ക് ഇവയെ കടന്നു പോകാനും ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല ഇത്തരം സാഹചര്യങ്ങളിൽ ഈ വാഹനങ്ങളുടെ അപകട സാധ്യതയും വർദ്ധിക്കും.